പ്രൈസ് ലോർഡ്. വേഗമന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഈ ആഴ്ചയിലും അവസരം ഒരുക്കി തന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ്, ദൈവത്തിന് നമ്മളോടുള്ള കരുതലാണ്. നമ്മളെത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. ഞാൻ എല്ലാ വിശുദ്ധന്മാരെയും ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചെറിയൊരു ആയുസ്സിൽ ഏറ്റവും ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മരണാനന്തര ജീവിതം. അതിനെക്കുറിച്ച് ഒരു ശരിയായിട്ടുള്ള അറിവില്ലെങ്കിൽ നമുക്കതിനായിട്ട് വേണ്ട രീതിയിലുള്ളൊരു ഒരുക്കങ്ങൾ നടക്കുവാനായിട്ട് കഴിയില്ല. മാത്രമല്ല, നിത്യതയിലേക്ക് വേണ്ടിയതെല്ലാം നമുക്ക് പ്രാപിക്കുവാൻ ഈ ഒരു ചെറിയ ആയുസ്സിൽ മാത്രമേ കഴിയൂ. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ നിലയിൽ പ്രവർത്തിക്കുവാൻ എത്രമാത്രം കടപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയൊരായുസ് നിത്യതയുടെ മുമ്പിൽ ഒന്നുമില്ല. ഒരു ഡോട്ട് പോലും കാണാൻ പറ്റിയില്ല. കാരണം നിത്യത അത്രമാത്രം വലുതല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അല്പകാലം നമ്മൾ വളരെ അല്പകാലം മാത്രം ഉള്ള ഒരു ചെറിയൊരു ആയുസാണ് നമുക്ക് ഈ ലോകത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ലോക ജീവിതാനന്തരം നമ്മുടെ നിത്യത എവിടെയായിരിക്കും എന്നത് ഉറപ്പിക്കുന്നത് നമ്മുടെ ഈ ചെറിയൊരു ആയുസ്സിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കിന്നത് തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവം സാവകാശം വീണ്ടും തന്നിരിക്കുകയാണ്. അപ്പോൾ മരണാനന്തര ജീവിതം നമ്മൾ തിരുവെഴുത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ആത്മീയ നിലയിലുള്ള 7 മരണങ്ങളുണ്ടെങ്കിലും മുഖ്യമായിട്ടും 2 വിധ മരണങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ മരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പാപത്തിൽ മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 നിലയിലുള്ള മരണമാണ് നിത്യതയോടുള്ള ബന്ധത്തിലുള്ള ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ മരിക്കാൻ കഴിയൂ. ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ജനിച്ചവരാകണം, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവരായിരിക്കണം. ഈ ലോക ജീവിതത്തിൽ നമുക്കറിയാം, നാം എല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്. അപ്പം പാപത്തിൽ ജനിച്ച നമുക്ക് സുവിശേഷം കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമുക്ക് വീണ്ടും ജനിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ ജീവിക്കുവാനും ക്രിസ്തുവിൽ മരിക്കുവാനും കഴിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ആ ശബ്ദത്തെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം കർത്താവ് പറഞ്ഞത്, യോഹന്നാൻ 8:24, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നോക്കുക, അപ്പോൾ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പാപികളെ രക്ഷിക്കാൻ വന്നു എന്നുള്ള ഈ യാഥാർത്ഥ്യം അംഗീകരിച്ച് കർത്താവായ യേശു ക്രിസ്തു ആണ് യഥാർത്ഥത്തിൽ എൻ്റെ രക്ഷകൻ, എൻ്റെ കർത്താവ്, ഈ കാര്യം നമ്മൾ സുവിശേഷത്തിലൂടെ തിരിച്ചറിഞ്ഞ് ഈ സത്യം നമ്മൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ അവരുടെ പാപങ്ങളിൽ അവർ മരിക്കുവാനിടയായിത്തീരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഈ ലോകത്തു നിന്നും നമ്മൾ വേർപെടുമ്പോൾ 2 നിലയിലാണ് നമ്മൾ മരിക്കുന്നതെന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. ഒന്നെങ്കിൽ നാം ക്രിസ്തുവിൽ മരിക്കുന്നു, ഇല്ലെങ്കിൽ നാം പാപത്തിൽ മരിക്കുന്നു. അപ്പം ഈ 2 മരണങ്ങളുടെയും വലിയ വ്യത്യാസം തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ സവിശേഷത, പ്രത്യേകതകൾ, അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് ഒരല്പമായിട്ട് നിങ്ങളോട് പറയാം. ഇത് എത്രയോ അനിവാര്യമായ കാര്യമാണ്. ഞാൻ ഇന്ന് ക്രിസ്തുവിലാണോ? ഞാൻ രക്ഷിക്കപ്പെട്ടോ? കാരണം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ പിതാവ് ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുക. അങ്ങനെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുവാനിടയായിത്തീരും. പിതാവിനാൽ നമുക്ക് ഇതിനു മുൻപ് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളൊരു ഭാഗമാണെങ്കിലും ഒരിക്കലും വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പോൾ
നമ്മൾ പിതാവിനാൽ ക്രിസ്തുവിൽ ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതാരെക്കുറിച്ച് പറയുന്നതാണ്? സുവിശേഷം അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അങ്ങനെ നമ്മളാരും സ്വയം ക്രിസ്തുവിലായിത്തീരുന്നതല്ല. നമുക്ക് പിതാവ് നമ്മളെ പുത്രനിലേക്ക് നടത്തുന്നു. ആ പുത്രനിൽ വിശ്വസിക്കാനുള്ള കൃപ നമുക്ക് തരുന്നു. ആ കൃപ വ്യക്തമാക്കാതെ ആ കൃപ നമ്മൾ അംഗീകരിക്കുമ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധാത്മ പ്രേരണയിൽ നമുക്ക് കഴിയുന്നു. അങ്ങനെ ആയിത്തീരുന്ന ഒരു വ്യക്തിയെ പിതാവ് ക്രിസ്തുവിലാക്കി വയ്ക്കുന്നു. അങ്ങനെ ആക്കി വയ്ക്കുന്ന ആ വ്യക്തിയുടെ മരണം, അതിന് ഏകദേശം ഒരു 12 സവിശേഷതകൾ ഞാൻ നിങ്ങളോട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ജസ്റ്റ് എല്ലാം പറഞ്ഞ് നമുക്ക് വ്യാഖ്യാനിക്കാൻ സമയമില്ല. ഞാൻ അതിൻ്റെ പോയിന്റുകൾ മാത്രം, അതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന നിലയിലുള്ള വചനം മാത്രം നിങ്ങളോട് പറഞ്ഞു പോകാനേ നമുക്കിപ്പോൾ സമയമുള്ളല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കണമെങ്കിൽ നമുക്ക് ധാരാളം സമയങ്ങൾ വേണം. അതിനുള്ള സമയമില്ലല്ലോ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ പ്രമോഷനാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഇച്ചിരിയോടെ വിശദമായിട്ട് ഈ ഒരു പഠനത്തിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം. അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ സവിശേഷതകൾ, പ്രത്യേകതകളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളത് വെറും ഒരു നിദ്രയാണെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുന്ന ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് എത്ര വലിയ കാര്യമാണ്. നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കം അല്ലേ? നമുക്കറിയാം. ലാസർ മരിച്ചു പോയപ്പോൾ കർത്താവ് യോഹന്നാൻ 11:11 പറയുന്നത് അവൻ നിദ്രയിലാണെന്ന്, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. യഥാർത്ഥത്തിൽ ലാസർ മരിച്ചുപോയി. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോവുകയാണ്. അപ്പോൾ മരണം എന്നുള്ളത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വെറും ഒരു ഉറക്കം മാത്രം. നമ്മൾ ചിന്തിക്കുക, നമ്മളെല്ലാവരും ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ലേ? നമ്മൾ പകലന്തിയോളം അധ്വാനിച്ച് വൈകുന്നേരം ഒരു അല്പം വിശ്രമിച്ച് നമുക്ക് ഒരു ഉറക്കം എന്നുള്ളത് നമുക്ക് എത്രയോ സന്തോഷപ്രദമായൊരു കാര്യമാണ്. അപ്പം മരണത്തെ നമുക്ക് തെല്ലും ഭയപ്പെടേണ്ടതില്ല. കാരണം അതൊരു ഉറക്കം മാത്രം, ഒരു ഉറക്കം. അപ്പോൾ ഏറ്റവും ഇത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. അനേക കാര്യങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിലും യോഹന്നാൻ 11:11 ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ 11:11 ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. അപ്പം ശിഷ്യന്മാർ വിചാരിച്ചത് വെറും ഉറക്കമാണ്. എന്നാൽ അത് മരണമായിരുന്നു എന്നുള്ളത് ഒന്നുകൂടെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് 14 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലായക കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. അപ്പോൾ ഇവിടെ അവർ വിചാരിച്ചത് ഉറങ്ങുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സാധാരണ കിടന്നുറങ്ങുന്ന പോലെ ഒരു ഉറക്കമാണ്. എന്നാൽ കർത്താവിടെ അർത്ഥമാക്കിയത് അവൻ മരിച്ചുപോയി തന്നെയായിരുന്നു. നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ? അപ്പോൾ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം, ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു ഉറക്കമാണ്. എന്താ പ്രിയമുള്ളവരെ, നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? നിശ്ചയമായും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, മരണം നമുക്ക് വളരെ വേദന തന്നുകൊണ്ടാണ്, അത് നമുക്ക് വളരെ നമുക്ക് ദുഃഖം, നമുക്ക് വലിയ നെടുവീർപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ പോലെ ഈ വിഷയത്തിൽ ദുഃഖിക്കേണ്ടതില്ലെന്ന് തന്നെയാണ് ദൈവത്തിന് വചനം പറയുന്നത്. അപ്പോൾ മരണം എന്നുള്ളതൊരു നിദ്രയാണ്. അവർ വീണ്ടും എഴുന്നേൽക്കും. കർത്താവ് നമ്മളെ വീണ്ടും എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ അതൊരു നിദ്രയാണെന്നാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ 116 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യത്തിൽ, 116 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 116 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം,
തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. കണ്ടോ, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം, ദൈവത്തിന് ലോകത്തിൽ എന്തെങ്കിലും വിലയായിട്ടുണ്ടെങ്കിൽ അതൊന്നേ ഉള്ളൂ, അത് സഭയാണ്. കാരണം സഭ തൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്തതാണെന്നാണ് നമ്മൾ 1 പത്രോസ് 1:19 വായിക്കുന്നത്. ദൈവമക്കളെ, നിശ്ചയമായും ദൈവത്തിന് ഈ ലോകത്തിൽ നിന്നും ഒരു വിലയേറിയ മുത്തായിട്ട് ഓരോ വിശുദ്ധനെയും നിത്യത്തിലേക്ക് ലഭിക്കുക ദൈവഹൃദയത്തിന് സന്തോഷമാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഒരു ഭക്തൻ്റെ മരണം, അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവൻ രക്ഷിക്കപ്പെട്ടു, ഒരു ദൈവത്തിലായി തീർന്നു എന്നുള്ളത് കൊണ്ട് അവനെ നിത്യത്തിലേക്ക് ലഭിക്കുന്നത് അല്ല, അവൻ സ്വർഗത്തിലേക്ക് വരുന്നത്, അത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അത് ദൈവത്തിന് വിലയേറിയതാണ്. ദൈവത്തിന് വിലയേറിയതാണ്. കാരണം ഈ ലോകത്തിൽ വിലയുള്ളത് എന്തെങ്കിലും ദൈവത്തിന് ഉണ്ടെങ്കിൽ അത് ദൈവസഭയാണ്, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണ്. അവർ വിലയേറിയ രക്തത്താൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ അവർ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവരുടെ മരണം തിരുവചനം പറയുന്നു അത് ദൈവത്തിന് വിലയേറിയതാകുന്നു. മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത് മരണം എന്നാൽ ഒരു വിശ്രമമാണെന്ന്. വിശ്രമം നമുക്കറിയാം, ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേലിനോട് ദൈവം പറയുന്ന ഒരു കാര്യം, ദൈവം അരുളി ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദാനിയേൽ പ്രവചനം അതിൻ്റെ 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ അതിൻ്റെ അവസാനം, നീ വിശ്രമിച്ച് കാലസമ്പൂർണതയിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേൽക്കും. കണ്ടോ, അപ്പോൾ നീ എന്ത് ചെയ്യുന്ന, നീ വിശ്രമിക്കുക. നീ വിശ്രമിച്ചിട്ട് കാലസമ്പൂർണതയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ തൻ്റെ ഓഹരി ലഭിപ്പാനായിട്ട് എഴുന്നേൽക്കും. അപ്പോൾ ഇതൊരു വിശ്രമമാണെന്ന് ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകം 14:13 വായിക്കുന്നുണ്ട്. ഭക്തൻ്റെ മരണം എന്ന് പറഞ്ഞാൽ അവൻ എന്താണ്, അതൊരു നിദ്രയാണ്. നോക്കുക, ഇത് വളരെ ഒരു വിശ്രമമാണ്. അവർ തങ്ങളുടെ പരിശ്രമങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. ഞാൻ ആ വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം, അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അവിടെ വായിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. വിശ്രമിക്കേണ്ടതാകുന്നു, അതൊരു വിശ്രമമാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ നമ്മുടെ അധ്വാനമെല്ലാം കഴിഞ്ഞ് നമ്മൾ അല്പസമയം വിശ്രമിക്കുന്നതാണ് മരണം. വിശ്രമം എല്ലാവർക്കും സന്തോഷപ്രദമല്ലേ? നിങ്ങൾ വന്ന് വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു ആശ്വാസമാണ്. അത് നിശ്ചയമായും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു വിശ്രമമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒന്ന്, ഈ മരണം എന്നുള്ളത് വെറും ഒരു ഉറക്കമാണ്. 2, ഈ മരണം എന്നുള്ളത് ദൈവത്തിന് വിലയേറിയതാണ്. 3, ഈ മരണം എന്നുള്ളത് ഒരു വിശ്രമമാണ്. വിശ്രമമാണ്. 4-ാമത്തെ കാര്യം പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പി ലേഖനം 1:21, മരണം എനിക്ക് ലാഭമാണെന്ന്. നോക്കുക, പിന്നെ ഫിലിപ്പി ലേഖനം 1:21, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അതാണ് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ്റെ ജീവിതം അവൻ ക്രിസ്തുവിനായി ജീവിക്കുക, ജീവിക്കുന്നത് ക്രിസ്തുവിനായിട്ട്. അങ്ങനെ ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനി. ചിന്തിക്കുക, ഞാനിതിനു മുൻപ് പല വാക്യങ്ങളോട് കാര്യം പറയുകയുണ്ടായി. അതേ റോമലേഖനം 14-ാം അധ്യായം 7-8 വാക്യം, നമ്മളെ ആരും നമുക്കായി തന്നെ ജീവിക്കുന്നില്ല, നമ്മളിൽ ആരും നമുക്കായി തന്നെ മരിക്കുന്നില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുന്നു, നാം മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി മരിക്കുന്നു. അതുകൊണ്ട് നാം ജീവിച്ചിരുന്നാലും മരിച്ചാലും ക്രിസ്തുവിനുള്ളവർ തന്നെ. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിനെ ജീവിക്കുന്ന ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു വലിയ ലാഭമാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു വ്യാപാരം ചെയ്താൽ
ലാഭമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം മരണം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ ലാഭം നമുക്കുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനെ ശരിയായ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ എത്ര സന്തോഷപ്രദമാണെന്നറിയാമോ? അപ്പോൾ ഒരിക്കലും മരണം ഒരു വിശുദ്ധന് അതൊരു ഭയാനകമായ കാര്യമല്ല, അത് ലാഭകരമായ കാര്യമാണ്. എത്ര നല്ല കാര്യമല്ലേ? അഞ്ചാമത്തെ കാര്യം നിങ്ങളെ ഓർപ്പിക്കാം, അത് അത്യുത്തമമല്ലോ എന്നാണ്. അത്യുത്തമം. മരണം ഒരു വിശുദ്ധന് അത്യുത്തമം, ഉത്തമമല്ല അത്യുത്തമം. അത് അതേ ഫിലിപ്പിയർ ലേഖനം 1:23 പൗലോസ് പറയാണ്, വേർപെട്ട് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നത് അത്യുത്തമമല്ലോ. അപ്പോൾ ശരീരത്തിൽ നിന്നും വേർപെടുക എന്ന് പറയുമ്പോൾ നാം കർത്താവിനോട് കൂടി ആയിരിക്കുന്ന ഒരനുഭവമാണ്. അത് എത്രയും ഉത്തമമാണ്, അതിനെ വർണ്ണിക്കാൻ പറ്റുകയില്ല. നമുക്കറിയാം, മറുരൂമലയിൽ കർത്താവ് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. നോക്കുക, പ്രിയമുള്ളവരെ, കർത്താവിനോട് കൂടി ആയിരിക്കുന്നതിനേക്കാളും ഉത്തമമായിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ടോ? ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ദൈവത്തിൻ്റെ സന്നിധി എന്നുള്ളത് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്, വളരെ ആനന്ദം പകരുന്നൊരു കാര്യമാണ്. അത് അത്യുത്തമമാണ്, ഏറ്റവും നല്ലതാണ്. എത്രയും നല്ല കാര്യം. മരണം ഒരു വിശുദ്ധന് ഏറ്റവും സന്തോഷപ്രദമായ, ഏറ്റവും നല്ലതായ ഒരു കാര്യമായിട്ടാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ ആറാമത് നമ്മൾ നോക്കുമ്പോൾ അതൊരു ഭാഗ്യാവസ്ഥയാണെന്നാണ്. അതൊരു ഭാഗ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ സന്തോഷാവസ്ഥ. നമ്മൾ ഇച്ചിരി മുമ്പ് വായിച്ചല്ലോ വെളിപ്പാട് പുസ്തകം 14:13. അതുകൊണ്ട് എഴുതുക, ഇപ്പോൾ കർത്താവിൽ മരിക്കുന്ന ഭൃതന്മാർ ഭാഗ്യവാന്മാർ. കണ്ടോ, ഭാഗ്യവാന്മാർ. അതൊരു ഭാഗ്യാവസ്ഥയാണ്, അത് സന്തോഷമുള്ള ഒരവസ്ഥയാണ്. എത്ര വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. ക്രിസ്തുവിലുള്ള മരണം അത് ഭാഗ്യമരണമാണ്. നമ്മൾ അതിനെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അത് വളരെ സന്തോഷപ്രദമാണ്. ഒരു സന്തോഷപ്രദമായ ഒരു കാര്യമാണ് കർത്താവിൽ മരിക്കുക എന്നുള്ളത്. വീണ്ടും നമ്മൾ ഏഴാമത് നമ്മൾ നോക്കുന്നത് കർത്താവിൽ മരിക്കുന്നവർക്ക് മരണസമയത്തും അവർക്ക് പ്രത്യാശയുണ്ടെന്ന്. നമ്മൾ സദൃശ്യവാക്യം 14-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത്, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. കണ്ടോ, ജനങ്ങൾ പലരും മരിക്കുമ്പോൾ അവർക്ക് ആശയില്ല, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവർക്ക് അറിവില്ല. എന്നാൽ ഒരു യഥാർത്ഥ നീതിമാന്, ഒരു യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ദൈവവേദന് മരണത്തിലും പ്രത്യാശയുണ്ട്. ഞാൻ എൻ്റെ നാഥനെ മുഖാമുഖം കാണുവാൻ പോവുകയാണ്, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിനെ ഞാൻ കാണാൻ പോവുകയാണ്, എൻ്റെ സ്വർഗീയ പിതാവിനെ ഞാൻ കാണാൻ പോവുകയാണ്. എത്രയോ സന്തോഷം, എത്രയോ ആനന്ദപ്രദം. അതെ, മരണത്തിലും പ്രത്യാശയുണ്ട്. അവരുടെ ആശയ്ക്ക് ഭംഗമുണ്ടാകുന്നില്ല. വളരെ പ്രത്യാശയുള്ളൊരു മരണമാണ് വിശുദ്ധൻ്റെ മരണം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 8-ാമത്തെ കാര്യം, ദൈവം അവരുടെ ആത്മാവിനെ കൈക്കൊള്ളുകയാണ്, സ്വീകരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, മരണസമയത്ത് അനേക വിശുദ്ധന്മാർ പറയുന്ന ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അയ്യോ, ഇതാണോ മരണം? ഇതെൻ്റെ രാജാഭിഷേകത്തിൻ്റെ കിരീടധാരണത്തിൻ്റെ ദിനമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധന്മാർ കടന്നു പോകുന്നത്. ഇവിടെ സ്തെഫാനോസിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 59-ാം വാക്യത്തിൽ താൻ കല്ലേറ് കൊണ്ട് മരിക്കുമ്പോൾ സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ നിൽക്കുന്നത് കാണുകയാണ്. അവിടെ സ്തെഫാനോസ് പറയുന്നത് കാര്യം ഇങ്ങനെയാണ്. ഇവിടെ ഞാൻ വായിക്കട്ടെ, സ്തെഫാനോസ് അതിൻ്റെ 7-ന്റെ 59-ാം വാക്യം, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിച്ചു. കണ്ടോ, അപ്പോൾ മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ, മനുഷ്യപുത്രനെ കണ്ടുകൊണ്ട് ഇവിടെ സ്തെഫാനോസ് പറയുകയാണ്, കർത്താവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഒരു മരണമെന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിനെ ദൈവം സ്വീകരിക്കുന്ന ഒരു സമയമാണ്.
നമ്മളെ കൈക്കൊള്ളുന്നത് നമ്മുടെ കർത്താവാണ്. അതെത്ര ഭാഗ്യകരമായൊരു അനുഭവമാണ്. നമ്മൾ ചിന്തിക്കണം, മരണത്തെ നാം ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. മരണം നമ്മൾ കർത്താവിനെ മുഖാമുഖം കാണുവാൻ പോകുന്നൊരു സമയമാണ്. നമ്മുടെ ആത്മാവിനെ ദൈവം എതിരേൽക്കുന്ന ഒരു സമയമാണ്. അതായിട്ടാണ് 8ാമത്തെ കാര്യം. 9ാമത്തെ കാര്യം നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇനി അവർക്ക് വീണ്ടും മരണമില്ലെന്നുള്ളതാണ്. നമ്മൾ 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. 2ാം മരണം എന്നൊരു മരണത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതെന്താണ്? ന്യായവിധിക്ക് ശേഷം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അതാണ് 2ാമത്തെ മരണം. അപ്പോൾ അങ്ങനെയൊരു മരണം വിശുദ്ധനില്ല. വിശുദ്ധന്മാർക്ക് അങ്ങനെയൊരു മരണമില്ല. നമ്മൾ ചിന്തിക്കണം. നമുക്ക് അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവർക്ക് നരകശിക്ഷ അവരെ വിട്ട് ഒഴിഞ്ഞുപോയി. നമുക്ക് ന്യായവിധിയുണ്ട്, ശിക്ഷാവിധിയില്ല. പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് 2ാം മരണം എന്നൊരു കാര്യത്തെക്കുറിച്ച് നാം ഭയപ്പെടേണ്ടതില്ല. ഇന്ന് ഭയമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിലാണെങ്കിൽ അവന് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു, അവർ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവർ നിത്യജീവനിലാണ്. മരണമെന്ന് പറയുന്നതിനെ കടന്നുപോയി. ഒരിക്കലും ഒരു വിശുദ്ധന് ഈ 2ാമത്തെ മരണമെന്ന അല്ലെങ്കിൽ ഈ തീപ്പൊയ്ക എന്ന കാര്യത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. ദൈവവചനം വളരെ ശക്തമായിട്ട് ഉറപ്പ് തരുന്ന കാര്യമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖകരമല്ല, വേദനാപരമല്ല, ആശ്വാസകരമാണ്, സന്തോഷപ്രദമാണ്, ആനന്ദദായകമാണ്. വീണ്ടും നമ്മൾ അതിൻ്റെ 10ാമത്തെ ഒരു കാര്യം വായിച്ചാൽ, നമ്മൾ കർത്താവിൽ മരിക്കുകയാണെങ്കിൽ അവിടെ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, മറ്റുള്ളവരെ പോലെ നാം ദുഃഖിക്കേണ്ടതില്ല. വളരെ വിലപ്പെട്ടൊരു കാര്യമല്ലേ ദൈവമക്കളെ? ലോക മനുഷ്യൻ മരണാനന്തരം മറ്റുള്ളവരെക്കുറിച്ച് ദുഃഖിക്കുന്നത് പോലെ നാം ദുഃഖിക്കേണ്ടതില്ല. നമ്മൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. മറ്റുള്ളവർക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ അയ്യം വിളിച്ച് കടന്നു ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കും. എന്നാൽ നിശ്ചയമായിട്ടും നമുക്കൊരു വേദനയുണ്ട്, വേർപാടിൻ്റെ വേദന, ദുഃഖമുണ്ടെങ്കിലും മറ്റുള്ളവരെ പോലെ നാം ദുഃഖിക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ ഇവിടെ അവരെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. കാരണം മരിച്ച വിശുദ്ധന് അടുത്ത ക്ഷണത്തിൽ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. ഇന്ന് മരിക്കുന്നവരാരും പാതാളത്തിലേക്ക് പോകാറില്ല. അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടിയെന്ന് വിളിക്കുന്ന ആ പർദീസ, അങ്ങോട്ടല്ല പോകുന്നത്. നാം നേരെ സ്വർഗീയ പർദീസയിലേക്ക് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം. കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഒരനുഭവമാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടും തിരുവചനം പറയുകയാണ്, അവരെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. 11ാമത്തെ കാര്യം, നമ്മൾ അദ്രവത്വത്തെ ധരിക്കും. ഈ ദ്രവത്വമുള്ള ശരീരം മാറിയിട്ട് നമ്മൾ അദ്രവത്വത്തെ നമ്മൾ ധരിക്കും. നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 54-ാം വാക്യത്തിൽ, 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 54-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത്, കർത്താവിന് മഹത്വം, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയെയും ധരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അമർത്യതയെ, അദ്രവത്വത്തെ നാം ധരിക്കുന്ന ഒരു അനുഭവമാണ് മരണം. ഇനി ഒരിക്കലും നമുക്ക് ക്ഷീണിച്ചു പോകുന്ന, തളർന്നു പോകുന്ന, രോഗം ശീലിക്കുന്ന, അവശരാകുന്ന, മറ്റെന്തിനെങ്കിലും ബാധിക്കാവുന്നൊരു അനുഭവത്തിലേക്കല്ല നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ അല്ലാത്ത ഒരു ശരീരം നമുക്ക് ലഭിക്കുക. നമ്മൾ ചിന്തിക്കുക, എത്ര അദ്രവത്വത്തെ നാം ധരിക്കാൻ പോകുക. 12ാമത്തെ കാര്യം, നമുക്ക് കാലാവസാനത്തിൽ ഓഹരി ലഭിക്കുവാൻ വേണ്ടി നമ്മൾ എഴുന്നേൽക്കും. ദാനിയേൽ പറഞ്ഞല്ലോ, നീ പോയി വിശ്രമിക്കുക,
കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലയിപ്പാൻ നീ എഴുന്നേൽക്കും. നമ്മളോടുള്ള ബന്ധത്തിൽ മരണം അത് ഈ നിലയിൽ നമ്മൾ ഓഹരി പ്രാപിക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന ഒരു കാര്യമാണ്. ഈ മരണത്തിലൂടെ അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ നാം ഈ ലോകത്തിൽ ചെയ്തതിൻ്റെ എല്ലാം പ്രതിഫലം പ്രാപിക്കുന്ന, ഓഹരി പ്രാപിക്കുന്ന ഒരു കാര്യമായിട്ടാണ് മരണത്തെ നമുക്ക് വിശുദ്ധനോടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നത്. എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഒരു മരണം എന്നുള്ളത് വിശുദ്ധനോടുള്ള ബന്ധത്തിൽ അത് എത്ര ആനന്ദപ്രദമാണ് എന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ഈ നാളത്തെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അല്പം കൂടെ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇന്ന് നമ്മൾ ക്രിസ്തുവിലാണോ എന്നാണ് ഉറപ്പ് വരുത്തേണ്ടത്. ഞാൻ കർത്താവിലായിരിക്കുന്നുണ്ടോ? ക്രിസ്തുവിലാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള മരണം എന്നുള്ളത് വളരെ ആനന്ദകരമായ, സൗഭാഗ്യകരമായ, സന്തോഷപ്രദമായ ഒരവസ്ഥയാണ്. അപ്പോൾ ഞാനിവിടെ 12 കാര്യങ്ങളാണ് നിങ്ങളെ ഓർപ്പിച്ചത്. നിങ്ങൾ ഓർക്കണമേ. 1, മരണം എന്നുള്ളതൊരു നിദ്രയാണ്. 2, മരണം ദൈവത്തിന് വിലയേറിയതാണ്. 3, മരണം അതൊരു വിശ്രമമാണ്. 4, മരണം ഒരു ലാഭമാണ്. 5, മരണം അത്യുത്തമമാണ്. 6, മരണം ഒരു ഭാഗ്യാവസ്ഥയാണ്. 7, മരണത്തിൽ നമുക്ക് പ്രത്യാശയുണ്ട്. 8, നമ്മുടെ ആത്മാവിനെ ദൈവം സ്വീകരിക്കുകയാണ്. 9, ഇനി അവർക്ക് മരണം അല്ലെങ്കിൽ വേർപാട് ഇനി ഇല്ല. മരണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, വേർപാട് എന്ന. ഇനി ദൈവവുമായിട്ട് വേർപാടില്ല. നാം ദൈവവുമായിട്ട് ഒന്നായിരിക്കുന്ന, ദൈവത്തോട് കൂടിയായിരിക്കുന്ന, അല്ലെ മരണമില്ലാത്ത ഒരനുഭവമാണ്, വേർപാടില്ലാത്ത ഒരനുഭവമാണ്. 10, നാം ദുഃഖിക്കേണ്ടതില്ല, മരിക്കുന്നവരെ കുറിച്ച് നാം ദുഃഖിക്കേണ്ടതില്ല. 11, നാം അദ്രവത്വം പ്രാപിക്കുന്നു. 12, നാം നമ്മുടെ ഓഹരിക്കായി നാം എഴുന്നേൽക്കുക അല്ലെങ്കിൽ പോവുകയാണ്. എത്ര നല്ല കാര്യമാണ് ദൈവമക്കളെ. ഇന്ന് നമ്മൾ ഈ പ്രത്യാശയോടുകൂടിയാണോ ജീവിക്കുന്നത്? ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ കർത്താവിനോട് കൂടെ സന്തോഷിപ്പാനായി കടന്നു പോകുന്നു എന്നുള്ള ആ ഒരു ആശ നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഇത് നമുക്ക് ദൈവവചനം തരുന്ന ഉറപ്പാണ്. ദൈവവചനം ഒരിക്കലും ഭോഷ്ക് പറയുകയില്ല. ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അതിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാനായിട്ട് കഴിയും. നിങ്ങളതിനെ പൂർണ്ണമായും വിശ്വസിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഒരു വിശുദ്ധനെ സംബന്ധിച്ചോളം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം ഒരു വിശുദ്ധൻ്റെ മരണം അതെത്ര ശ്രേഷ്ഠമാണ്, അതെത്ര ഉന്നതമാണ്, ഇത് മനസ്സിലാക്കി കർത്താവിന് മഹത്വം കൊടുത്ത് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് എല്ലാ മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ.